കേട്ടിരിക്കുന്നു. പക്ഷേ അയാൾ ഒരു ഉപദ്രവകാരിയായി നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അയാൾ ഒരു സാധുവാണെന്ന് നമുക്ക് തോന്നുന്നു. എന്തായാലും അയാൾക്ക് പിന്നാലെ ഒരു ജനാവലി തന്നെ ഉണ്ടെന്നാണ് അറിയുന്നത്. അത് സീസറിനും റോമാ സിംഹാസനത്തിനും ഒരിക്കലും ഒരു ഭീഷണിയാവരുത്. ഒരിക്കലുമാവില്ല. സീസർ എന്ന നാമം തന്നെ റോമിന്റെ പരമാധികാരി എന്നാണ്. അതൊരു ആശാരി ചെറുക്കനോ അവന്റെ അനുയായികൾക്കോ തകർക്കുവാനാവുന്ന ഭരണ സംവിധാനമല്ല സാൽവസ്. പരിപാവനമായ റോമാ സിംഹാസനത്തിന്റെയും ചക്രവർത്തി ജൂലിയസ് സീസറിന്റെയും വിശ്വസ്തനും യഹൂദിയ പ്രവിശ്യയുടെ അധികാരസ്ഥാനം കൈയാളുന്ന ഗവർണോസിന് എന്നും റോമാ സിംഹാസനത്തിന്റെ ഉന്നതിയും മഹത്വവും കാക്ഷിക്കുന്ന താർസസിലെ സാവൂളിന്റെ സ്നേഹവന്ദനം. കിഴക്കൻ പ്രവിശ്യയുടെ അധികാരിയും പ്രസ്തുത ഭരണസാരഥിയുമായ സാൽവസിനും നമ്മുടെ അഭിവാദ്യം. മഹാപണ്ഡിതനായ സൗൾ, താങ്കൾക്ക് നമ്മുടെ ഭരണ സംവിധാനങ്ങളിലേക്കും അരമനയിലേക്കും ഹാർദമായ സ്വാഗതം. താങ്കൾ തീർത്തും അസ്വസ്ഥനായി കാണപ്പെടുന്നു. അപ്രതീക്ഷിതമായ ഈ വരവിന്റെ ഉദ്ദേശ്യം? ശരിയാണ്, താങ്കൾ അസ്വസ്ഥനാണ്. അതിനാധാരമായ കാരണങ്ങൾ എന്തെങ്കിലും? കാരണമുണ്ട് ഗവർണർ. താങ്കൾ അറിഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കും. വളരെ നിസ്സാരവും എന്നാൽ ലാഘവ ബുദ്ധിയോടെ കാണാൻ പറ്റാത്തതുമായ ചില സത്യങ്ങൾ റോമിന് മേൽ നിപതിച്ചിരിക്കുന്നു. റോമിന്റെ ഭരണാധികാരിയും അഗ്രാധിപനുമായ ജൂലിയസ് സീസറിന്റെ ചക്രവർത്തി പദത്തിന് വരെ ഭീഷണി ഉയർത്തിക്കൊണ്ട് ജെറുസലേമിലെങ്ങും ഗലീലിയനായ ഒരു ചെറുക്കൻ ജനങ്ങളെ സംഘടിപ്പിക്കുന്നു. ദിനംതോറും ആ സംഘബലം വർദ്ധിച്ചു വരികയാണ്. അത് ഇനിയും തുടർന്നു പോകുവാൻ പാടില്ല. ഞാനും ഇക്കാര്യം തന്നെയാണ് ഗവർണറുടെ മുൻപാകെ അല്പം മുമ്പ് ഉണർത്തിച്ചത്. അവൻ റോമിനും യഹൂദവർഗത്തിനും ഒരു ഭീഷണിയായി തീരുകയാണ്. പുരോഹിത വർഗം ഒന്നടങ്കം ഭീതിയിലാണ്. പുരോഹിത ശ്രേഷ്ഠന്മാരായ അന്നാസും കയ്യാഫാസും ഇക്കാര്യങ്ങൾ അങ്ങയുടെ മുൻപിൽ ഉണർത്തിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നാമും കേട്ടിരിക്കുന്നു. പക്ഷേ അങ്ങ് പറയുന്നത് പോലെ യേശു എന്ന ആ യുവാവ് റോമിനും യഹൂദർക്കും ഒരു ഭീഷണിയാണെന്ന് നമുക്ക് തോന്നുന്നില്ല. അയാൾ സ്വയം രാജാവാണെന്ന് പറഞ്ഞതായോ അവകാശപ്പെട്ടതായോ ഇന്നേ വരെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല. പതിനായിരക്കണക്കിന് ജനങ്ങളാണ് അവന്റെ പിന്നിൽ ഇപ്പോഴും അണിനിരന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു ദുസൂചനയല്ലേ? ഗവർണർ, അങ്ങ് മനസ്സിലാക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അപ്പുറം ചില വസ്തുതകൾ കൂടി നിലവിലുണ്ട്. കുറേയധികം ഫരിസ്യരും തിരുത്തൽവാദികളായ യഹൂദരിൽ ഒരു വിഭാഗവും ചേർന്ന് അവന് പുതിയൊരു രാജാവിന്റെ പരിവേഷം നൽകാൻ ശ്രമിക്കുന്നു. ഇത് അനർത്ഥങ്ങൾ സംഭവിക്കുവാനുള്ളതിന്റെ ഓർമ്മപ്പെടുത്തലാവാം. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം, യേശു എന്ന ഈ മനുഷ്യൻ ഒരിക്കലും ഒരവകാശവാദവും ഉന്നയിച്ചതായി നമുക്കറിയില്ല. ഈ പറയുന്ന അനുയായികളും പരിവട്ടവുമാണ് അവനെ രാജാവായി അവരോധിക്കുന്നതും പ്രകീർത്തിക്കുന്നതും. അതിന് അയാൾ എന്ത് പിഴച്ചു? അവിടുന്ന് ഒന്ന് മനസ്സിലാക്കണം. അവർ ലക്ഷ്യമിട്ടിരിക്കുന്നത് സീസറിന്റെ ചക്രവർത്തി പദത്തെയും റോമിന്റെ പരമാധികാരത്തെയും നിരുപാധികം അട്ടിമറിക്കുക എന്നതാണ്. അയാളിൽ നിങ്ങൾ ചുമത്തുന്ന കുറ്റങ്ങൾ ഇപ്പോൾ വെറും ആരോപണങ്ങൾ മാത്രമാണ്. എന്നാൽ ഈ കുറ്റങ്ങളെ സാധൂകരിക്കാൻ മതിയായ കാരണങ്ങളോ തെളിവുകളോ ഉണ്ടാക്കുവാനാകുന്നില്ലല്ലോ. ഗവർണർ, നിയമജ്ഞാനവും ബോധവുമുള്ള യഹൂദ ജനത്തെ നയിക്കുവാനും ഭരിക്കുവാനും അവരിലും ശ്രേഷ്ഠമായ നിയമബോധവും പാണ്ഡിത്യവുമുള്ള ഒരധികാരി വേണമെന്ന കാരണം കൊണ്ടാണ് അങ്ങയെ സീസർ ചക്രവർത്തി ഗവർണറായി നിയമിച്ചത്. അങ്ങത് കൃത്യമായി നിർവഹിക്കുമെന്ന് പൂർണ്ണ ബോധ്യവും ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ചിലപ്പോഴെങ്കിലും അങ്ങ് അതിൽ നിന്ന് വ്യതിചലിക്കുന്നുവോ എന്നൊരു സംശയം. റോമിന്റെ അപ്രമാദിത്വത്തിനെതിരെ ശബ്ദമുയർത്തുകയും വെല്ലുവിളി ഉയർത്തുകയും ചെയ്യുന്നവൻ ആരായാലും യഹൂദ മതത്തിന്റെ ഉന്നമനവും ചക്രവർത്തി സീസറിന്റെ സർവാധിപത്യവും കാക്ഷിക്കുന്ന ഒരു റോമൻ പൗരൻ എന്ന നിലയിൽ ഈ സാവൂളിന് അത് നോക്കി നിൽക്കാനാവില്ല. സാവൂൾ, താങ്കൾ വികാരഭരിതനാണ്. സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവാനേ അയാൾ പഠിപ്പിച്ചിട്ടുള്ളൂ. അതിനെന്താണ് തെറ്റ്? ഇവിടെ അപ്രമാദിത്വം ചോദ്യം ചെയ്യപ്പെടുകയോ വെല്ലുവിളികൾ ഉയർത്തുകയോ ചെയ്യുന്നില്ലല്ലോ. കഴിഞ്ഞ ദിവസം വിനയത്തിന്റെയും സൗമ്യതയുടെയും മുഖവുമായി ജെറുസലേം നഗരവീഥികളിലൂടെ ഒരു കഴുതപ്പുറത്തേറി അവൻ യാത്ര ചെയ്തത് അങ്ങ് കണ്ടില്ലെന്ന് ധരിക്കുന്നു. ആ യാത്ര
റോമിന്റെ പരമോന്നത സിംഹാസനത്തെ ലക്ഷ്യമാക്കിയല്ലെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? അവർ യഹൂദന്മാരുടെ രാജാവെന്ന് ഓശാന പാടി ഒലിവിലെ ചില്ലകൾ ഉയർത്തി അപദാനങ്ങൾ മുഴക്കിയതും അങ്ങേക്ക് വ്യക്തമായി അറിവുള്ളതല്ലേ? ഇതൊക്കെ നിഷേധിക്കാനാവുമോ? സാൽവസ്, താങ്കൾ കിഴക്കൻ പ്രവിശ്യയുടെ ആദരണീയനായ ഭരണാധികാരിയും സാവുൾ മഹാപണ്ഡിതനും സെൻസദ്ദീൻ സംഘോപദേഷ്ടാവും ചക്രവർത്തി തിരുമനസിന്റെ അധികാരപത്രത്തിനുടമയുമാണ്. നിങ്ങളിൽ ഇത്ര ബാലിശമായ ചിന്തകൾ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. യേശു എന്ന ആ യുവാവ് റോമിന്റെ പരമസിംഹാസനവും ചക്രവർത്തി പദവും കൊതിച്ചതിനും ആഗ്രഹിച്ചതിനും മതിയായി എന്ത് തെളിവുകളാണ് നിങ്ങൾക്ക് നൽകുവാനുള്ളത്? ഒരാളുടെ മേൽ ഗൗരവമേറിയ ഇത്തരം രാജ്യദ്രോഹ കുറ്റം ആരോപിക്കുമ്പോൾ അതിന് മതിയായ തെളിവുകളും ശക്തമായ സാക്ഷികളും ഉണ്ടാവണം. അത് കുറ്റമറ്റതും വിശ്വസ്തവുമായിരിക്കണം. ബാലിശമായ കാരണങ്ങളും നീതിയുക്തമല്ലാത്ത യാതൊരു തെളിവുകളും ഗവർണർ എന്ന നിലയിൽ നമുക്ക് അംഗീകരിക്കാനാവില്ല. അല്ലെങ്കിൽ അത് നമ്മൾ തന്നെ സൃഷ്ടിക്കണം, അല്ലേ സാൽവാസ്? തീർത്തും സത്യവിരുദ്ധമായ തെളിവുകൾ നിരത്തിയാൽ അത് നിലനിൽക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? അതിന് തക്കതായ കാരണങ്ങൾ കണ്ടെത്താനാകുമോ? തീർച്ചയായും യേശു എന്ന തച്ചനെ കഴിവിലേറ്റുവാൻ എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കുന്നതാണ്. അവന്റെ മരണം, അതാണ് നമുക്ക് ആവശ്യം. അത് പിന്നെ അങ്ങ് അറിയിച്ചതുപോലെ ആ യൂദോസ്കറിയാത്ത നമ്മുടെ വലയിൽ കുടുങ്ങിയിട്ടുണ്ട്. കയ്യാഫാസ്, ഇനിയും ആ നസ്രന്റെ കഥ കഴിച്ചിട്ട് ഈ അന്നാസിന് ഉറക്കമുണ്ട്. അഹങ്കാരിയമായ തച്ചന്റെ പതനത്തിന് ശേഷം അവന്റെ സ്തുതിപാഠകരായ എല്ലാ ഏറാമൂളുകളെയും വിളിച്ച് വിഭവസമൃദ്ധമായ സദ്യ നടത്തണം. ധാരണയ്ക്ക് കൊണ്ടുവന്നിട്ട് നിനക്കറിയില്ലേ എൽഫിയ, അന്നാസും കയ്യാഫാസും ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തിയേ അടങ്ങൂ. അതിനുവേണ്ടി അവർ എന്തും ചെയ്യും. നീ ഒന്ന് പതുക്കെ പറയൂ. ആരെങ്കിലും കേട്ടാൽ നമ്മുടെ ജീവനും കൂടി ആപത്താണ്. എൽഫി, ഇയാളെ നമ്മൾ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ഹോ, എവിടെയാ? നിന്റെ യേശുവിനെ കുരിശുമരണത്തിന് വിധിച്ചെന്ന്. സ്റ്റെഫാൻ, നീ എന്തു പറയുന്നു? ഇവൻ ആ നസ്രായന്റെ ശിഷ്യനല്ലേ? നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതല്ലേ? ശരിയാണ്. ഞാനിപ്പോൾ നന്നായി ഓർക്കുന്നു. ഒലിവ് മലയിൽ വെച്ച് അവനെ പിടികൂടുമ്പോൾ ഇവനും അവനോടൊപ്പം ഉണ്ടായിരുന്നു. അവിടെ വെച്ച് എന്റെ ദൈവമേ, ഞാൻ എന്നെ തള്ളിപ്പറഞ്ഞു, അവിടുത്തെ നിഷേധിച്ചു. പ്രഭു ഉണർത്തിച്ചാലും പുറത്തെ ആരവങ്ങളും അധിക്ഷേപങ്ങളും കഴിഞ്ഞില്ലേ? നസ്രായനായ ആ മനുഷ്യനെ നാം മരണശിക്ഷയ്ക്ക് വിധിച്ചതല്ലേ? പിന്നെ എന്താണ്? പ്രധാന പുരോഹിതന്മാരും ശ്രേഷ്ഠ പ്രമാണിമാരും ചാർച്ചക്കാരുമെല്ലാം ആഘോഷിക്കുകയാണ്. അവർ അവനെ മർദ്ദിച്ച് മൃതപ്രായനാക്കിയിരിക്കുന്നു. അന്ധമായ മതഭ്രാന്ത് മൂലം സദ്ബുദ്ധിയും വിവേകവും നഷ്ടപ്പെട്ട ഒരു വർഗം. യേശുവിൽ ഒരു ശിക്ഷയും വിധിക്കുവാനില്ലെന്ന് നാം ആദ്യം പറഞ്ഞു. അദ്ദേഹം നിർദോഷിയാണെന്ന് നമുക്ക് ബോധ്യമുണ്ടായിരുന്നു. എന്നിട്ടെന്തേ ഉറച്ചു നിൽക്കാത്തത്? അങ്ങൊരു ഭീരുവാകുന്നത് എന്തിനാണ്? യേശുവിനെ കുരിശിൽ തറയ്ക്കുവാൻ വിധിച്ചില്ലെങ്കിൽ പുരോഹിതരും ഒരു പറ്റം ജനങ്ങളും നമുക്കെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് റോമൻ ചക്രവർത്തി ജൂലിയസ് സീസർ മുമ്പാകെ മൊഴി കൊടുക്കുമെന്ന് പറഞ്ഞു. ജോർദാൻ നദിയിലെ വെള്ളം മുഴുവൻ കൊണ്ട് കഴുകിയാലും ഈ കളങ്കം മാഞ്ഞു പോകില്ല. നീ നിലമറന്ന് എന്തൊക്കെയോ പുലമ്പുന്നു. എന്തൊരവസ്ഥയാണിത്! സ്വൈര്യമായി ഒന്നിരിക്കുവാൻ നമ്മെ അനുവദിക്കൂ. എന്താ, നീ ഇനിയും പോയില്ലേ? ചെന്നാഘോഷിക്ക്. ഒരു നിരപരാധിയുടെ ജീവന് പകരം ദാനമായി കിട്ടിയ ജീവിതമല്ലേ? മരണത്തിനും കുരിശിനുമിടയിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട കലാപകാരി. പോകൂ, പോയി രാജ്യത്താകെ വിപ്ലവവും കലാപവും സൃഷ്ടിക്ക്. നന്ദികെട്ട ജനത്തിന് വേണ്ടത് നിന്റെ ജീവനല്ല, അവന്റെ, ആ നിരപരാധിയുടെ, ആ നസ്രായന്റെ ജീവനാണ്. ഗവർണർ, അങ്ങേക്ക് എന്താണ് ഇത്ര ധൃതി? മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും പ്രത്യാശയുമായ
ഒരുവനെ കുരിശിൽ തറച്ചിട്ട് അങ്ങേക്ക് ഒളിവിൽ പോകാനാണോ? എനിക്കാരുടെ ഔദാര്യം വേണ്ട. നിങ്ങൾ ആ മനുഷ്യന്റെ മേലുള്ള ശിക്ഷ പിൻവലിക്കൂ. എന്നിട്ട് അവന് പകരം ഞാൻ കൊലക്കളത്തിലേക്ക് പോയിക്കൊള്ളാം. വേണ്ട വേണ്ട, ജീവന തുല്യം എന്നെ സ്നേഹിച്ച് ഗുരുവിനെ ഒറ്റക്കൊടുത്തവനാണ് ഞാൻ. എനിക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാൻ സമയം അത് നിനക്ക് അനിവാര്യമായിരിക്കുന്നു. അസ്തമയം അത് യൂദാസ് കാത്തിരിക്കുകയാണ്. എന്നെ തേടിയെത്തിയെങ്കിൽ എന്റെ തെറ്റുകളെ തിരുത്തി ഞാൻ മുൻപോട്ട് പോകുന്നു. അത് എന്റെ ഗുരുനാഥനുള്ള ഗുരുദക്ഷിണയായി മാറട്ടെ. അപ്പോൾ കുരിശിൽ അവൻ യേശു ആ നീതിമാന്റെ നിർമ്മല ശരീരം തൂങ്ങി നിൽക്കുന്ന അവിടെ അഗ്നിച്ചിറകുള്ള മാലാഖമാർ അവനെ വലം വയ്ക്കുന്നതും ഞാൻ കണ്ടു. ഒരു തീവ്രവാദിയായ നിന്റെ മാനസാന്തരം ഒരിക്കൽ പോലും യേശു അവൻ നിനക്ക് അനുഭവവേദ്യമായിരുന്നില്ല. എന്നിട്ടും നീ എന്തേ എന്റെ ഗുരുവിനെ സ്നേഹിക്കുന്നു? അവൻ നിനക്ക് അന്യനല്ലേ? നീയും പോയോ? നിങ്ങൾ കേട്ടുകൊള്ളുവിൻ. പിതാവായ അബ്രഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങൾക്ക് മോശ വഴി കൽപ്പനകൾ നൽകി. നിങ്ങൾ അവയെ അനാഥരവിന്റെ പുകമറകൾ കൊണ്ട് മറച്ചു വെച്ചു. കണ്ടോ, അവൻ ദൈവദൂഷണം പറയുന്നു. ഇത് അനുവദിച്ചുകൂടാ. നരങ്ങളാൽ പണിയുന്ന ദേവാലയങ്ങളിൽ എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. എന്റെ കണ്ണുകൾക്ക് ഇതെന്ത് സംഭവിച്ചു? നിർദോഷികളായ നമ്മളെ എന്തിനാണ് ഇവർ കുറ്റക്കാരായി വിധിക്കുന്നത്? അത് യഹൂദ മതത്തിനും റോമൻ സിംഹാസനത്തിനും ക്രിസ്തുമതം ഒരു ഭീഷണിയായി അവർ കാണുന്നു. അധികാരത്തിന്റെ ഗർവ് കൊണ്ട് ഭ്രാന്തനും അന്ധനുമായി തീർന്നിരിക്കുന്ന അയാൾക്ക് അന്തഛിദ്രം സംഭവിച്ചിരിക്കുന്നു. മരണത്തെ വിജയിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ നമ്മുടെ ഗുരുനാഥൻ, സർവചരാചരത്തെയും പരിപാലിക്കുന്ന അവൻ നമ്മളെ കാത്തുകൊള്ളും. 3 പ്രാവശ്യം ഞാൻ എന്റെ ഗുരുനാഥനെ തള്ളി പറഞ്ഞു. എന്നിട്ടും എന്നെ കൈവിടാതെ കരുതലോട് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, പത്രോസേ, നീ പാറയാണോ? ചഞ്ചലമാകാത്ത ആ പാറമേൽ ഞാൻ എന്റെ പള്ളി പണിയുമെന്ന്. ശിമയോൻ കേപ്പായിക്ക് ടാർസസിലെ സാവൂൾ എന്ന പൗലോസിന്റെ സ്നേഹവന്ദനം. വന്ദനം. പൗലോസ്, താങ്കൾ ഇവിടേക്ക് കടന്നു വരുന്നത് നമ്മുടെ ആൾക്കാരല്ലാതെ മറ്റാരെങ്കിലും കണ്ടുവോ? റോമൻ സൈന്യം നമ്മുടെ ആൾക്കാരെ ഒന്നൊന്നായി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വല്ലതും ഭക്ഷിക്കാൻ കൊടുക്കണ്ടേ? അതിനൊക്കെ തൊട്ട് ഇവിടുന്ന് വേണം ഉണ്ടാക്കാൻ. നിങ്ങൾ എന്തിനു വന്നു? യേശു അവനെ കഴിവേറ്റി കൊന്നില്ലേ? അവൻ 3-ാം നാൾ ഉദ്ധിതനായത് അറിഞ്ഞു കാണുമല്ലോ. ശിഷ്യ, കേട്ടല്ലോ, ഇവൻ നമ്മളെ അങ്ങ് തുടച്ചു നീക്കുമെന്ന്. എങ്കിൽ അതൊന്ന് കാണണമല്ലോ. ഈ തുടയ്ക്കാനുള്ള സാമഗ്രികളൊക്കെ കയ്യിലുണ്ടല്ലോ, അല്ലേ? ശിഷ്യ, മഹാമാന്ത്രികനായ അന്ധകാരം, ഇരുട്ട്, എന്റെ കണ്ണുകൾ, എന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു. ശിഷ്യ മനസ്സിലാക്കുന്നു. ഇനി ഞാൻ ആരെയും വഞ്ചിക്കില്ല. മാപ്പ്. പശ്ചാത്താപമാണ് ഏറ്റവും വലിയ പരിഹാരം. എന്റെ കാഴ്ച തിരിച്ചു കിട്ടി, എന്റെ മുടന്ത് മാറി. ഉണ്ടാവുന്നുണ്ട്. സൈന്യാധിപൻ അങ്ങയുടെ ദർശനത്തിന് കാത്തിരിക്കുന്നു. കടന്നു വരാൻ പറയൂ. നമുക്ക് ആ വിശേഷങ്ങൾ അറിയാം. കമനീയ കൊട്ടാരങ്ങളും ആഡംബര സൗധങ്ങളും കൊണ്ട് അലങ്കൃതമായിരിക്കണം ഈ റോം. അങ്ങനെ നീറോയുടെ അവദാനങ്ങൾ യുഗാന്ത്യത്തോളം ജനങ്ങൾ പ്രകീർത്തിക്കട്ടെ.
നമുക്കിനി സന്തോഷത്തിന്റെ ദിനരാത്രങ്ങളാണ്. പത്രോസിനെയും ഭാര്യ സിൽവിയെയും പിന്നെ പൗലോസിനെയും ബന്ധിതരാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നിർത്തുക്കിടമേ, ഇനി ആ നാവ് കൊണ്ട് അവന്റെ അവദാനങ്ങൾ പ്രകീർത്തിച്ചാൽ ആ നാവ് ഞാൻ പിഴുതെടുക്കും. ഇന്നത്തെ ഇവരെ രാജ്യദ്രോഹികളായാണ് പിടിച്ചുകൊണ്ടുവന്നിരിക്കുന്നത്. അതിനുള്ള ശിക്ഷ വധശിക്ഷ തന്നെയാണ്. ത്തിനും മാപ്പ് പറഞ്ഞ് നമ്മുടെ പ്രീതി നേടാം. അങ്ങേക്ക് തെറ്റുപറ്റി തിരുമനസേ. ശിമയോൻ പത്രോസ് ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ ശിഷ്യനാണ്. എന്റെ ദൈവം അതിശക്തനാണ്. അവന്റെ മുൻപിലല്ലാതെ ഞാൻ മുട്ടുമടക്കില്ല. സൈന്യാധിപൻ, യഹൂദകുലത്തിന്റെയും റോമൻ ചക്രവർത്തിയായ നീറോയുടെയും യശസ്സിനും നിലനിൽപ്പിനും ഭീഷണിയായ ക്രിസ്തുമതം പ്രചരിപ്പിക്കുവാൻ നേതൃത്വം നൽകിയ ക്രിസ്തുവിന്റെ പ്രിയ ശിഷ്യൻ ശിമയോൻ പത്രോസിനെ മരണം വരിക്കും വരെ കുരിശിൽ തലകീഴായി സൈന്യാധിപൻ ക്രിസ്തുവിന്റെ അനുയായികളെ ഉന്മൂലനം ചെയ്യുന്നതിനും അവന്റെ നാമം ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കുന്നതിനും വേണ്ടി ചക്രവർത്തി എത്രമാത്രം കുതന്ത്രങ്ങൾ മെനഞ്ഞുവെന്ന് അറിയുമോ? പക്ഷേ പരിഗണനയോ പ്രാതിനിധ്യമോ നൽകിയില്ല. അവിടെയാണ് നിയമനിർമ്മാണ സഭയും സെൻസെന്ദ്രിയ സംഘമൊക്കെ ഇടഞ്ഞത്. ഒടുവിൽ ലഹരിയും അഹന്തയുമാണ് അദ്ദേഹത്തെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത്. സ്ഥാനമൊഴിഞ്ഞ് പുറത്തു പോവുക. പരിശുദ്ധവും പരിപാവനമായ റോമാ സിംഹാസനം ഇനിമേൽ നീറോയുടെ ഇരിപ്പിടമാക്കാൻ സമ്മതിക്കില്ല. അനാഥമായ ഈ റോമൻ സിംഹാസനം അങ്ങ് ഉപവിഷ്ടനാകുന്നതിനായി കാത്തിരിക്കുന്നു. മന്ത്രിമുഖ്യ, നമുക്കെതിരെ കുരയ്ക്കുവാൻ മാത്രം ചാവാലുകൾ റോമിൽ വളർന്നിരിക്കുന്നു. പരമ്പരാഗതമായി പരിപാലിക്കപ്പെട്ടു പോരുന്ന റോമൻ സംസ്കാരം, അതിന്റെ അന്തസത്ത, അതിനെ ഒരു ഭ്രാന്തൻ ഭരണാധികാരിയുടെ ദുർഭരണം കൊണ്ടും ദുർചിന്തകൾ കൊണ്ടും മലീമസമാക്കാൻ റോമൻ പൗരൻ എന്ന നിലയിൽ അംഗീകരിക്കാനാവില്ല. കാത്തിരിക്കുന്നവർക്കുള്ള മറുപടി ഇതാ. എന്റെ വിധി ഞാൻ തന്നെ നടപ്പാക്കുന്നു.